അങ്ങനെ തമ്പുരാട്ടി ലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് പുറത്താകാനുള്ള കാരണം എന്താണ്? ലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് പുറത്താകാനുള്ള കാരണം ഇതാണ്. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ ലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. 2 ദിവസം മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ ലക്ഷ്മിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ട് ലക്ഷ്മി പുറത്തായി എന്ന് പറഞ്ഞു. അത് അതേപടി സംഭവിച്ചിരിക്കുകയാണ്. ലക്ഷ്മി പുറത്തായി, അതവിടെ നിൽക്കട്ടെ. ലക്ഷ്മി പുറത്താകാനുള്ള കാരണം എന്താണ്? വൈൽഡ് കാർഡായി വന്നതിൽ അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുകയും അത്യാവശ്യം നന്നായി സംസാരിക്കുകയും ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി. ഒരു ഇതിൽ വരെ ലക്ഷ്മിക്ക് നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ലക്ഷ്മിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ലക്ഷ്മി ഒരു നല്ലൊരു ഗെയിമറാണ്, നന്നായി സംസാരിക്കാൻ അറിയാം, നല്ലപോലെ ഇത് ചെയ്യും. പക്ഷേ ചില സമയങ്ങളിൽ ലക്ഷ്മിയുടെ ഒരു ടീച്ചർ അല്ല ഒരു തമ്പുരാട്ടി കളി, ചില ആറ്റിറ്റ്യൂഡ്, ചില വർത്താനങ്ങൾ നമുക്ക് ദഹിക്കത്തില്ല. എന്നിരുന്നാലും ലക്ഷ്മി അത്യാവശ്യം നന്നായി ഗെയിം കളിക്കുകയാണ്. പക്ഷേ ലക്ഷ്മിക്ക് കുറേ നെഗറ്റീവ് വന്നു ആദ്യ സമയങ്ങളിൽ. ഒണിയനുമായിട്ടുള്ള പ്രശ്നം അതില്ലാത്ത പ്രശ്നമാണ്. പിന്നെ ആദിലെ നൂറെ വീട്ടിൽ കയറ്റിയാലെന്ന് പറഞ്ഞു. പിന്നെ ലക്ഷ്മിയുടെ അമ്മ വന്ന് അവരെ സീറ്റോട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. ഈ ഇങ്ങനെയുള്ള കുറച്ച് സംഭവത്തിൽ ലക്ഷ്മി കുറച്ച് ഇതായിപ്പോയി. പിന്നെ ലാലട്ടൻ കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ലക്ഷ്മി കുറച്ച് ഒതുങ്ങി, അത് സത്യമാണ്. പിന്നെ ഈ ഒരാഴ്ചയായപ്പോഴാണ് ലക്ഷ്മി കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായി തുടങ്ങി. അതുവരെ ലക്ഷ്മി എവിടെയെങ്കിലും പോയി ചുമ്മാ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പല ആളുകളും വഴക്ക് പിടിക്കുമ്പോൾ ലക്ഷ്മി ഒന്നും കാണാത്ത സംഭവത്തിൽ പല ആളുകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. വേറെ ഒന്നല്ല, ഇപ്പോൾ ആരെങ്കിലും ഒന്ന് വഴക്ക് പിടിക്കുക. അപ്പോൾ ആരെങ്കിലും വഴക്ക് പിടിക്കുമ്പോൾ കാണാത്ത കാര്യങ്ങളിൽ ലക്ഷ്മി അവരോട് വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുക. പിന്നെ പല ആളുകളും വഴക്ക് പിടിക്കുമ്പോൾ ലക്ഷ്മി മാറിപ്പോയി ചിരിക്കുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ ലക്ഷ്മിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഒണിയനായിട്ടുള്ള സംഭവത്തിൽ ലക്ഷ്മി ആളുകളൊന്ന് വെറുത്തുപോയി. പിന്നെ ആദില നൂറ വിശ്വാസം. എന്നിരുന്നാലും 2 ആഴ്ചയായിട്ട് ലക്ഷ്മിക്ക് നല്ലപോലെ വോട്ടിംഗ് ഉണ്ട്. ഈ പ്രാവശ്യം മാത്രമാണ് ലക്ഷ്മിക്ക് വോട്ടിംഗ് തീരെ കുറഞ്ഞത്. എന്നിരുന്നാലും അവർ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. ഈ സാവുമോനാണേലും ഈ നെവിനാണേലും ആദില നൂറയാണ്, ഇവരെയൊക്കെ അപേക്ഷിച്ച് ലക്ഷ്മി നല്ലപോലെ ഗെയിം കളിച്ചൊരു മത്സരാർത്ഥിയാണ്. ലക്ഷ്മി പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവർ കയറിയ സമയത്ത് തൊട്ട് ഇവർക്ക് കട്ട നെഗറ്റീവാണ്. അതാണ് അതിൻ്റെ കാരണം. ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ്, ചില രീതിയിലുള്ള സംസാരങ്ങൾ, അവിടുത്തെ എന്തോ ടീച്ചറമ്മയോ വലിയ ഭാവം, ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. കുറച്ചും കൂടെ ഒന്ന് സോഷ്യലായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇടപെടുമായിരുന്നെങ്കിൽ ലക്ഷ്മി അവിടെ ടോപ്പ് 5 തന്നെ ഉണ്ടായത്. അതിലൊരു സംശയമില്ല. അത്രയ്ക്ക് നല്ലൊരു മത്സരാർത്ഥിയാണ് അവർ. പക്ഷെ അവർക്ക് എന്തോ ഈ അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതൽ വെറുത്തത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.